ഒരാഫ്രിക്കൻ രാജ്യത്തിന്റെ പോരാട്ട വീര്യത്തിനു മുകളിൽ മെസ്സിപ്പട പറന്നുയർന്നു. അർജന്റീന വീഴുമെന്നായിരുന്നു ഒരു മന്ത്രവാദിനിയുടെ ജൽപ്പനം. എന്നാൽ മൈതാനത്തൊരു മഹാമാന്ത്രികൻ അവർക്കായി കാവലുണ്ടെന്ന് മറന്നേക്കരുത്. പച്ചപ്പുല്ലിലെ ഓരോ നീക്കവും ഒരു ജനതയുടെ പ്രാർത്ഥനയാണ്. അവിടെ വിയർപ്പും കണ്ണീരും വിജയത്തിന്റെ ലഹരിയും ഒരേ താളത്തിൽ അലിഞ്ഞു ചേരും. സ്പെയിനും ഉറുഗ്വേയും അവർക്ക് മുന്നിൽ വിയർത്തെങ്കിൽ ആൽബി സെലസ്റ്റ്യൻ കാൽപന്തഴകിനെ വീഴ്ത്താൻ അവർക്കായില്ല. ഫുട്ബോൾ എങ്ങനെയാണ് ഒരു ജനതയുടെ ആത്മാവാകുന്നതെന്ന് ലോകം ഒരിക്കൽ കൂടി കണ്ടു. പൊരുതി വീണ കാബോ വെർദയും വീഴാത്ത ലാറ്റിൻ അമേരിക്കൻ കാഴ്ചകളും അത്യന്തം സുന്ദരമാണ്. 29-ാം മിനിറ്റിൽ കാത്തിരിപ്പ് അവസാനിച്ചു. വരിഞ്ഞുകെട്ടിയ പ്രതിരോധം ഭേദിച്ച് മിശിഹായിൽ ഒരിക്കൽ കൂടി ഒരു സുന്ദര കാഴ്ച. എന്നാൽ ആദ്യമായെത്തിയ ലോകകപ്പ് വേദിയിൽ അവർക്ക് ചിലത് അടയാളപ്പെടുത്തണമായിരുന്നു. 59-ാം മിനിറ്റിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആ കൊച്ചു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ ഉണർത്തി മറുപടി ഗോൾ. അക്ഷരാർത്ഥത്തിൽ അപ്രതീക്ഷിത ഗോളിൽ ഗ്യാലറി നിശബ്ദമായി. സമനില ഗോളിൽ പിന്നെ അങ്ങോട്ട് ഗോൾ മുഖത്ത് പ്രതിരോധ കോട്ട കെട്ടി കാബോ വെർദയുടെ ചെറുത്തുനിൽപ്പ്. എക്സ്ട്രാ ടൈമിലേക്ക് ആവേശത്തിന്റെ അലയൊലി തീർത്ത മത്സരം മുന്നോട്ട്. അട്ടിമറികൾ കണ്ടുമടുത്ത 2026 ലോകവേദിയിൽ അത്ഭുതം പിറക്കുമെന്നവർ വിശ്വസിച്ചു. പക്ഷേ എതിരാളി അത് അർജന്റീനയാണല്ലോ. 92-ാം മിനിറ്റിൽ മാർട്ടിനസിലൂടെ ലോകകപ്പ് സ്വപ്നങ്ങളുടെ അനശ്വരതയിൽ അർജന്റീന മുന്നിൽ. അത്യന്തം ആവേശം അലയടിച്ച മിയാമി സ്റ്റേഡിയം ആർത്തിരമ്പി. എന്നാൽ മിനിറ്റ് 10-നുള്ളിൽ വീണ്ടും ഞെട്ടിച്ച് തിരിച്ചടി. ലോക ചാമ്പ്യന്മാർക്ക് മുന്നിൽ അവർ ഒരിക്കൽ കൂടി തലയുയർത്തി. വീണ്ടും സമനിലയിൽ അതിരുകളില്ലാത്ത കാൽപന്താട്ടത്തിന്റെ ആവേശമുയർന്നു. മെസ്സിയുടെ തകർപ്പൻ പാസിൽ റൊമേറയുടെ ഹെഡർ എതിരാളിയിൽ ഒരു മിവസീഞ്ഞയെ മറികടന്ന് ഗോൾ വലയിലേക്ക്. ആശ്വാസത്തിന്റെ മുഖങ്ങൾ ഗ്യാലറിയിലാകെ നിറഞ്ഞു. മെസ്സിക്കായി അവർ കണ്ട കിനാക്കളത്രയും ഒരട്ടിമറിയിലൂടെ തീർക്കാൻ മനസ്സില്ലെന്നാണ്. ത്രില്ലർ കണ്ടു തീർത്ത പ്രതീതി നിഴലിച്ച പോരാട്ടത്തിനൊടുവിൽ അർജന്റീന മുന്നോട്ട് തന്നെ. ബൊസീഞ്ഞോയും ആ കൊച്ചു രാജ്യവും പോരാട്ടത്തിന്റെ ചരിത്രത്തിലെന്നും ഓർമ്മിക്കപ്പെടും. വരും കാലം അവരതിനു മുകളിൽ ചില ചരിത്രങ്ങൾ ബാക്കി വെച്ചിരിക്കുമെന്നുറപ്പ്. അർജന്റീന ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. സൗദിയും കാബോ വെർദയുമെല്ലാം അവരെ ഒന്ന് വിറപ്പിച്ചേക്കാം. പക്ഷേ യഥാർത്ഥ പോരാട്ടത്തിന്റെ വേദിയിൽ ആൽബി സെലസ്റ്റ്യൻ നിശ്ചയദാർഢ്യവും അളവറ്റ ലക്ഷ്യബോധവും ഒത്തുചേരുന്ന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യ സൗന്ദര്യം നമ്മളറിയും. അതിന് ഏത് യൂറോപ്യൻ വേഗത കടന്നെങ്കിൽ അങ്ങനെ. കാരണം ഹൃദയത്തിൽ എഴുതപ്പെട്ടൊരു കവിത പോലെ മെസ്സിക്ക് ചുറ്റും അയാൾക്കൊരു സംഘം ഇനിയും ബാക്കിയുണ്ട്.